മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 3:20 മരണം സംഭവിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ആണ് മരണം. ഏറെ നാളായി വിശ്രമ ജീവിതത്തിലായിരുന്നു. വി.എസിനെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. CPM സ്ഥാപിച്ച നേതാക്കളിൽ ഒരാളായിരുന്ന വി.എസ്. 2006-2011 കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു. ആലപ്പുഴ അറവുകാട് ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റായിരുന്ന അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്ര വെന്തലത്തറ അയ്യൻ ശങ്കരന്റെയും അക്കമ്മയുടെയും 4 മക്കളിൽ മൂന്നാമൻ. 1923 ഒക്ടോബർ 20 ജനിച്ചു. ഗംഗാധരൻ, പുരുഷോത്തമൻ എന്നിവർ അച്യുതാനന്ദന്റെ ജ്യേഷ്ഠ സഹോദരന്മാരും ആഴിക്കുട്ടി ഇളയ സഹോദരിയും. 4 വയസ്സുള്ളപ്പോൾ അമ്മയും 11ാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത്. അച്ഛൻ മരിച്ചതോടെ 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠന്റെ സഹായിയായി കുറെ കാലം ജൗളിക്കടയിൽ ജോലി നോക്കി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ചൂടും ചൂരുമേറ്റ് 1938 സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി. MLA-മാരായ മുരളി പെരുന്നെല്ലി, E.T. ടൈസൺ മാസ്റ്റർ, C.C. മുകുന്ദൻ, നാട്ടിക മുൻ MLA ഗീതാ ഗോപി, CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു എന്നിവർ വി.എസിനെ അനുസ്മരിച്ചു. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ സഖാവ് വി.എസ്. അച്യുതാനന്ദൻ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായകമായ പങ്കുവഹിച്ച പുന്നപ്ര വയലാർ സമര നായകൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ ആ പോരാട്ടങ്ങൾ കേരളത്തിന് എന്നും മാതൃകയാണ്. കേരളത്തിൻ്റെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ PAB മെമ്പർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്നും മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രവർത്തനങ്ങളാണ്. സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചൊരു ജീവിതം എന്ന നിലയിൽ അവസാന നാൾ വരെ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ വ്യക്തിത്വമാണ് സഖാവ് വി.എസിൻ്റേത്. കർഷകരുടെ, തൊഴിലാളികളുടെ, അതുപോലെ സ്ത്രീകളുടെ, യുവാക്കളുടെ, മറ്റെല്ലാ ജനവിഭാഗങ്ങളെയും പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി താൻ വഹിക്കുന്ന സ്ഥാനമാനങ്ങളെല്ലാം തന്നെ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. സഖാവിൻ്റെ വിയോഗം വളരെയേറെ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖവും അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. വി.എസ്. എന്ന രണ്ടക്ഷരത്തിൽ രാജ്യമെന്നും അറിയപ്പെട്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ നിര്യാതനായിരിക്കുകയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ അടയാളപ്പെടുത്തൽ നടത്തിയ നേതാവാണ് സഖാവ് വി.എസ്. ഏറ്റവും താഴ്ന്ന നിലയിൽ ഏറ്റവും ഗൗരവപ്പെട്ട സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തെ നയിച്ച നേതാവാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നന്നായി അതിന് പരിഹാരം കാണുന്നതിൽ ശ്രദ്ധിച്ചിരുന്ന, അതിന് വലിയ ആർജവം കാണിച്ച മുഖ്യമന്ത്രി എന്ന നിലയിൽ സഖാവ് വി.എസ്. എന്നും നമുക്കിടയിൽ അറിയപ്പെടുക തന്നെ ചെയ്യും. സഖാവിന് ആദരാഞ്ജലി അർപ്പിക്കാൻ, റെഡ് സല്യൂട്ട് നൽകാൻ ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുന്നു. പ്രിയപ്പെട്ട വി.എസ്. അച്യുതാനന്ദൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ മനസ്സിനേക ദുഃഖത്തിൻ്റെ നിഴലാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലെയും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തൊഴിലാളി വർഗ പോരാട്ടങ്ങളിൽ ദീർഘമായ സമരം നടത്തി തൊഴിലാളികൾക്കും നിന്നുകൊണ്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സഖാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എൻ്റെ മനസ്സ് ദുഃഖവും അതുപോലെ തന്നെ നാട്ടിക MLA എന്ന നിലയിലും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ കുടുംബത്തിനും എൻ്റെ ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ നായകൻ ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും കരുത്തനായ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ കൂടിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഒരു വിഷയത്തെയും അതിനാസ്പദമാക്കിയിട്ടുള്ള തൻ്റെ പ്രസംഗങ്ങളെയും നിയമസഭാംഗങ്ങളെ വലിയ തോതിൽ അത്ഭുതപ്പെടുത്തുന്ന പ്രസംഗങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. കേരളത്തിൻ്റെ
നീതിപരമായിട്ടുള്ള എല്ലാ സമരങ്ങളെയും നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതു നിലയിലും ഏത് പ്രശ്നത്തെയും ഏത് സാമൂഹ്യ വിഷയത്തെയും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അത് അവതരിപ്പിക്കാൻ നിയമസഭയ്ക്ക് അകത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു വാചാലത ഇന്നും ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയാണ്. സഖാവ് വി എസിനെ 1000 ഓർമ്മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ഞാൻ വളരെ ഹൃദയതുല്യം ബഹുമാനിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. സഖാവ് വി എസ് മനുഷ്യ സമൂഹത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ച സഖാവാണ്. എണ്ണമറ്റ പോരാട്ടങ്ങളാണ് കേരള സമൂഹത്തിന് വേണ്ടി സഖാവ് നടത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത് നിർണായകമായ പങ്കുവഹിക്കുകയും CPM പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവും കൂടിയാണ് സഖാവ് ഇന്ന് നമ്മെ വിട പറഞ്ഞിരിക്കുകയാണ്. സഖാവിൻ്റെ വേർപാടിൽ CPM നാട്ടിക ഏരിയ കമ്മിറ്റി ആദരാഞ്ജലികൾ അർപ്പിക്കുക.